Okay, a moment. Okay, hi, good morning. Okay, 27 ആളെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നവർ ലിൻവേസിൽ തന്നെ സബ്മിറ്റ് ചെയ്യണം. ഇനി ലിൻവേസിൽ എന്തെങ്കിലും ടെക്നിക്കലായിട്ട് എറർ ഉണ്ടെങ്കിൽ, അതായത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മെയിൽ അയക്കണം. ഇനി മെയിലും അയക്കാൻ പറ്റുന്നില്ല, എന്തെങ്കിലും സൈസ് പ്രോബ്ലം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ അയക്കുന്നവരുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് എനിവൺ ഉണ്ടെങ്കിൽ PDF ആയിട്ട് അയക്കണം. എനിക്ക് ഫോട്ടോ അയച്ചു തരരുത്. കാരണം സിവിലിലെ ഇപ്പോൾ ഒരു 30 ആള് 20 ഫോട്ടോ ഇത് അയച്ചു തന്നാൽ എൻ്റെ ഫോണിൽ 600 ഫോട്ടോ ഗാലറിയിൽ. സോ ഇത് ആരുടെ അസൈൻമെന്റ് ആണ്, ഏത് പേജാണെന്ന് അറിയാൻ പറ്റില്ല. സോ എന്ത് ചെയ്യണം, PDF ആയിട്ട് അയച്ചു തരണം. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഞാൻ പറയുന്ന ഓഡിബിൾ അല്ലേ? പ്രസന്റേഷൻ ഒക്കെ കാണുന്നില്ലേ? കാണുന്നുണ്ടെങ്കിൽ ഒരു തംസ് അപ്പ് ഇട്ടെ ആരെങ്കിലും. റെസ്പോൺസ് ആണ്. ഓക്കെ, ഹാൻഡ് റൈസ് റെസ്പോൺസ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യാം. റിയ സാഹിക്കണ്ട നെറ്റ്വർക്ക് പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ലെഫ്റ്റ് ആവുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത് എന്താ? കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ എന്താണ് മ്യൂസിക്കൽ സൗണ്ട്, എന്താണ് നോയ്സ്, വാട്ട് ഈസ് നോയ്സ് ആൻഡ് മ്യൂസിക്കൽ സൗണ്ട്, വാട്ട് ഈസ് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദം, ആൻഡ് 1 മിനിറ്റ്. ഹലോ സുബാരി സാർ, കേൾക്കുന്നുണ്ടോ? ഒന്ന് മ്യൂട്ട് ചെയ്യുമോ? ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത് we discussed about the characteristics of musical sound and what is reverberation, what is echo, what is reverberation time, കൂടാതെ എന്താണ് അബ്സോർപ്ഷൻ, എന്താണ് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ്, പിന്നെ റിവർബറേഷൻ ടൈം പ്രഡിക്റ്റ് ചെയ്യാനുള്ള ഫോർമുല ആയിരുന്നു ഇത്, സബൈൻസ് ഫോർമുല. സോ ഈ കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. സബൈൻസ് ഫോർമുല റിലേറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തു. ഇനി ഉച്ച കഴിഞ്ഞത്തെ അവറിൽ നമ്മൾ കുറച്ച് അതിൻ്റെ സബൈൻസ് ഫോർമുല റിലേറ്റ് ചെയ്ത റിവർബറേഷൻ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ബിൽഡിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ തന്നു കഴിഞ്ഞാൽ അതിൽ റിവർബറേഷൻ ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് പ്രോബ്ലംസ് കൂടെ നമ്മൾ ചെയ്യും. Now we are discussing about one of the important topics in this module, that is acoustics of building. What do you mean by acoustics of building? ദാറ്റ് മീൻസ് നമ്മളൊരു ബിൽഡിങ് ക്രിയേറ്റ് ചെയ്യുമ്പം, അല്ലെങ്കിൽ നമ്മളൊരു ഹാൾ ബിൽഡ് ചെയ്യുമ്പം നമ്മളത് എന്തിനു വേണ്ടിയിട്ടാണ് ബിൽഡ് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ, ചിലപ്പോൾ അത് തിയേറ്റർ ആയിരിക്കാം, ചിലപ്പോൾ അതൊരു ലെക്ചർ ഹാളായിരിക്കാം, അല്ലെങ്കിൽ ഒരു മ്യൂസിക്കൽ കൺസേർട്ട് നടക്കുന്ന ഒരു ഹാളായിരിക്കാം, ഇനി അല്ലെങ്കിൽ അതൊരു ഓഡിറ്റോറിയം ആയിരിക്കാം. സോ ഓരോ ബിൽഡിങ്ങും അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അത് ഡിസൈൻ ചെയ്യുമ്പം അതിനോരോ ഉദ്ദേശങ്ങളുണ്ടാവും. സോ ബേസ്ഡ് ഓൺ ദാറ്റ് അതിന് ഓരോ അക്വസ്റ്റിക് റിക്വയർമെന്റ്സ് ഉണ്ടാവും. ഒരു ലെക്ചർ ഹാളിന്റെ അക്വസ്റ്റിക് റിക്വയർമെന്റ് ആയിരിക്കില്ല ഒരു മ്യൂസിക്കൽ കൺസേർട്ട് നടക്കുന്ന ഒരു തിയേറ്ററിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു തിയേറ്ററിൽ ഉണ്ടാകുന്ന റിക്വയർമെന്റ് ആയിരിക്കില്ല ഒരു മ്യൂസിക്കൽ റെക്കോർഡിംഗ് നടക്കുന്ന ഒരു സ്റ്റുഡിയോയിൽ ഉണ്ടാവുക. ഓരോരുത്തരും അതിൻ്റെതായ ഡിഫറെന്റ് അക്വസ്റ്റിക്കൽ റിക്വയർമെന്റ്സ് ആണ്. സോ നൗ വി ആർ ഡിസ്കസിങ് അബൌട്ട് സം ജനറൽ അക്വസ്റ്റിക് റിക്വയർമെന്റ്സ് ഓഫ് എ ബിൽഡിംഗ്. So in an acoustically good auditorium or acoustically good hall, each syllable or a music note produced at a point must reach every other point in hall clearly with equal loudness. അതൊരു അക്കോസ്റ്റിക്കലി ഗുഡ് ഓഡിറ്റോറിയം ആണ്, അല്ലെങ്കിൽ അക്കോസ്റ്റിക്കലി ഗുഡ് ഹാൾ ആണ്, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ആണ് എന്നൊരു ബിൽഡിങ്ങിനെ കുറിച്ച് പറയണമെങ്കിൽ സ്പീക്കർ പ്രൊഡ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ സൗണ്ട് സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ പോയിന്റ്, അല്ലെങ്കിൽ ഓരോ നോട്ട് ഓഫ് സൗണ്ട് എന്ത് ചെയ്യണം,
ഈ ഹാളിലെ എല്ലാ പോയിന്റിലും വിത്ത് ഈക്വൽ ലൗഡ്നെസ് ആൻഡ് ഈക്വൽ ഇന്റൻസിറ്റി എത്തണം. അല്ലെങ്കിൽ ഹാളിന്റെ ഏത് ഡയറക്ഷനിൽ അല്ലെങ്കിൽ ഏതൊരു പോയിന്റിൽ ഇരിക്കുന്ന ലിസണർക്കും എന്ത് ചെയ്യണം, ഈ പറയുന്ന അല്ലെങ്കിൽ ഈ സൗണ്ട് സോഴ്സിന്റെ സൗണ്ട് എനർജി ക്വാളിറ്റിയോടുകൂടി ഈക്വൽ ലൗഡ്നെസ്സോടുകൂടി എന്താണോ സൗണ്ട് സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് വേവ്, സോ വിത്തൗട്ട് നോയ്സ് എന്ത് ചെയ്യണം, അത് ഇന്റർസെപ്റ്റ് ചെയ്യാൻ സാധിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ദിസ് ഈസ് അക്കൗസ്റ്റിക്കലി ഗുഡ് ഓഡിറ്റോറിയം, അല്ലെങ്കിൽ ദിസ് ഈസ് എ ഗുഡ് അക്കൗസ്റ്റിക് ഹാൾ. അല്ലെങ്കിൽ ഏത് ഉദ്ദേശത്തിലാണോ നമ്മൾ ഈ ബിൽഡിംഗ് ക്രിയേറ്റ് ചെയ്തത്, ഏത് ഉദ്ദേശത്തിലാണോ ബിൽഡിംഗ് നിർമ്മിച്ചത്, നമുക്ക് പറയാൻ പറ്റും ദിസ് ഈസ് അക്കൗസ്റ്റിക്കലി ഗുഡ്. സോ നമ്മൾ എന്ത് ചെയ്യണം, സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു എലിമിനേറ്റ് ദ അക്കൗസ്റ്റിക്കൽ ഡിഫക്ട്സ് ബൈ കൺസിഡറിങ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ അക്കൗസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ്. സോ അക്കൗസ്റ്റിക്സ് ഓഫ് ബിൽഡിങ്ങിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അതിനെ എഫക്ട് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇതിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ ബിൽഡ് അക്കൗസ്റ്റിക്കലി ഗുഡ് ഓഡിറ്റോറിയം. അതിനെയാണ് നമ്മൾ അക്കൗസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഫസ്റ്റ് ഫാക്ടർ ഈസ് റിവർബറേഷൻ. ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇസ് റിവർബറേഷൻ. നൗ വാട്ട് ഈസ് റിവർബറേഷൻ? റിവർബറേഷൻ എന്താണ് നമ്മൾ വ്യക്തമായി പഠിച്ചിരുന്നു. വാട്ട് ഈസ് റിവർബറേഷൻ? യാദിഷ, വാട്ട് ഈസ് റിവർബറേഷൻ? എനിക്കറിയാവുന്ന ഭാഷ പറയാം. അതായത് സൗണ്ട് സോഴ്സ് കട്ടായി, ഒറിജിനൽ സൗണ്ട് സോഴ്സ് കട്ടായി കഴിഞ്ഞാലും അല്ലെങ്കിൽ സ്പീക്കർ സംസാരം നിർത്തി കഴിഞ്ഞാലും സൗണ്ട് ആ ഹാളിൽ പെർസിസ്റ്റ് ചെയ്യുന്നു. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് റിവർബറേഷൻ. ആൻഡ് ദ ടൈം റിക്വയർഡ് ടൈം നീഡഡ് ഫോർ ദാറ്റ് സൗണ്ട് ടു വാനിഷ്, അല്ലെങ്കിൽ ആ സൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഹാളിൽ നിന്ന് പോകാൻ എടുക്കുന്ന സമയത്തെയാണ് നമ്മൾ റിവർബറേഷൻ ടൈം എന്നൊക്കെ പറഞ്ഞത്. സോ റിവർബറേഷൻ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ when we discussed about the physical significance of reverberation, we discussed that the reverberation time should be optimum. റിവർബറേഷൻ ടൈം എന്തായിരിക്കണം, ഒപ്റ്റിമം ആയിരിക്കണം. അതായത് കുറയാനും പാടില്ല, കൂടാനും പാടില്ല. വാട്ട് ഈസ് ദ പ്രോബ്ലം ഇഫ് ദ റിവർബറേഷൻ ടൈം ഈസ് ടു ഷോർട്ട്? റിവർബറേഷൻ ടൈം വളരെ ചെറുതായി കഴിഞ്ഞാൽ എന്താ പ്രശ്നം? There will be dead silence between sound nodes. സൗണ്ട് നോട്ടുകളുടെ ഇടയിൽ എന്താ, ഡെഡ് സൈലൻസ് വരും. റിവർബറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, കണ്ടിന്യൂറ്റി ആണ്. ഒരു വാക്ക് പറഞ്ഞു നിർത്തിയാലും ഓക്കെ, അതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇയറിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് റിവർബറേഷൻ. സോ വെൻ റിവർബറേഷൻ ടൈം ഈസ് ടു ഷോർട്ട്, ആ വാക്ക് പറഞ്ഞാൽ അപ്പം ആ സൗണ്ട് നിന്നു. സോ എന്താ, രണ്ട് വാക്കുകൾക്കിടയിൽ അല്ലെങ്കിൽ രണ്ട് മ്യൂസിക്കൽ നോട്ടുകൾക്കിടയിൽ എന്ത് തോന്നുന്നു, ഡെഡ് ബീറ്റ് സൈലൻസ് വരും. അത് അത്ര പ്ലസന്റ് എക്സ്പീരിയൻസ് ആയിരിക്കില്ല ലിസണർക്ക് കൊടുക്കുന്നത്. സോ റിവർബറേഷൻ ടൈം എന്ത് ചെയ്യാൻ പാടില്ല, കുറയാൻ പാടില്ല. റിവർബറേഷൻ ടൈം ഷുഡ് നോട്ട് ബി ടു ഷോർട്ട് ആൻഡ് റിവർബറേഷൻ ടൈം ഷുഡ് നോട്ട് ബി ടു ലാർജ്. അതായത് റിവർബറേഷൻ ടൈം എന്ന് പറയുന്നത് ടു ലാർജ് ആവാനും പാടില്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് റിവർബറേഷൻ ടൈം ലാർജ് ആയി കഴിഞ്ഞാൽ എന്താ, ഒരു സൗണ്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു, ആ സൗണ്ടിന്റെ ബാക്കി അല്ലെങ്കിൽ ആ സൗണ്ടിന്റെ കണ്ടിന്യൂവേഷൻ അടുത്ത സൗണ്ടിനോട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും സ്റ്റിൽ ആ ഹാളിനുണ്ടാവും. സോ എന്ത് പറ്റും, ഇതൊക്കെ കൂടി ഇന്റർഫിയർ ചെയ്യും. സോ റിവർബറേഷൻ ടൈം എന്താ, റിവർബറേഷൻ ടൈം ഷുഡ് ഹാവ് ആൻ ഒപ്റ്റിമം വാല്യൂ. How this reverberation happens? So ഈ റിവർബറേഷൻ ടൈം അല്ലെങ്കിൽ റിവർബറേഷനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? റിവർബറേഷനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ റിവർബറേഷന്റെ റീസണെ കൺട്രോൾ ചെയ്യണം. വാട്ട് ഇസ് ദാറ്റ്? റിവർബറേഷൻ ഈസ് ഡ്യൂ ടു മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഫ്രം വാൾ, സീലിംഗ് എക്സെട്ര. റിവർബറേഷന് കാരണം എന്താ? റിവർബറേഷൻ എക്സിസ്റ്റ് ഡ്യൂ ടു ദ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് ഫ്രം വാൾ, സീലിംഗ്. അതായത് നമ്മൾ ബിൽഡിങ്ങിലെ വാൾ, സീലിംഗ് അല്ലെങ്കിൽ അതർ മെറ്റീരിയൽസിനൊക്കെ എന്ത് ചെയ്യുന്നു, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് റിവർബറേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നത്. സോ ഫോർ controlling reverberation or reverberation time, we want to control reflection. So sound reflection control ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റിവർബറേഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ നമുക്കറിയാം സബൈൻസ് ഫോർമുല എന്താണ് നമ്മൾ സഹായിക്കുന്നത്, റിവർബറേഷൻ ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. സോ റിവർബറേഷൻ ടൈം ക്യാൻ ബി കൺട്രോൾഡ് ബൈ, സോ റിവർബറേഷൻ എന്താണെന്ന് പഠിച്ചു, ഒരു ഹാളിന്റെ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിന്റെ അക്കോസ്റ്റിക്സിനെ കൺട്രോൾ ചെയ്യുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് പാരാമീറ്റർ ആണ് റിവർബറേഷൻ ആൻഡ് റിവർബറേഷൻ ടൈം. ആൻഡ് ദിസ് റിവർബറേഷൻ ടൈം ക്യാൻ ബി കൺട്രോൾഡ് ബൈ ഫസ്റ്റ് വൺ. സോ നമ്മൾ പഠിച്ചു മെയിൻ റീസൺ ഈസ് അബ്സോർബൻ, റിഫ്ലക്ടിവിറ്റി. സൗണ്ട് റിഫ്ലക്ട് ചെയ്യുന്നത് പരമാവധി കുറയ്ക്കുക. അങ്ങനെയാകുമ്പോൾ എന്ത് പറ്റും, റിവർബറേഷൻ ടൈം നമുക്കൊരു ഒപ്റ്റിമം വാല്യൂവിൽ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. ഫസ്റ്റ് പോയിന്റ് ഈസ് ബൈ സെലക്ടിങ് ദ സ്യൂട്ടബിൾ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് ഫർണിഷിംഗ് മെറ്റീരിയൽസ്. കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ റിവർബറേഷൻ ടൈം കൺട്രോൾ ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയ ബിൽഡിംഗ് മെറ്റീരിയൽസും ഫർണിഷിംഗ് മെറ്റീരിയൽസും യൂസ് ചെയ്യുക. നെക്സ്റ്റ് വൺ ഈസ് ബൈ പ്രൊവൈഡിങ് പ്രോപ്പർ വിൻഡോസ് അറ്റ് പ്രോപ്പർ പ്ലേസസ്. വിൻഡോസ് വേണ്ട സ്ഥലത്തൊക്കെ വിൻഡോസ് കൊടുക്കുക. അപ്പൊ എന്ത് ചെയ്യും, വിൻഡോ ഈസ് എ പെർഫെക്റ്റ് അബ്സോർബർ. വിൻഡോ എന്ത് ചെയ്യും, സൗണ്ടിനെ അബ്സോർബ് ചെയ്തോളും. സോ വിൻഡോസ്, ഒരുപാട് വിൻഡോസ് ഉള്ള ഒരു ഹാൾ എന്താ, സൗണ്ട് അബ്സോർബ് ചെയ്യപ്പെടും ഒരുപാട്. സോ റിഫ്ലക്ടിവിറ്റി കുറയും. അതുകൊണ്ട് തന്നെ എന്താ, റിവർബറേഷൻ ടൈം ക്യാൻ ബി കൺട്രോൾ.
Second one is covering walls and ceilings with sound absorbing materials like thick curtains, fiber boards, etc. അതായത് വാൾസ് സീലിങ്സ് ഇതൊക്കെ എന്താ സൗണ്ട് അബ്സോർബിങ് മെറ്റീരിയൽ വെച്ച് കവർ ചെയ്യുക. സോ വാട്ട് ഹാപ്പൻസ് ദെൻ ദ റിഫ്ലക്ടിവിറ്റി സൗണ്ട് റിഫ്ലക്ട് ചെയ്യുന്ന കുറയും. അപ്പോൾ റിവർബറേഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ഈസ് കവറിംഗ് ദ ഫ്ലോർ വിത്ത് കാർപ്പറ്റ്സ്. ഫ്ലോർ എന്ത് ചെയ്യാം, ഫ്ലോറിലും സൗണ്ട് റിഫ്ലക്ട് ചെയ്യും. സോ ഡ്യൂ ടു പ്രിവെന്റ് ദ റിഫ്ലക്ഷൻ അറ്റ് ഫ്ലോർസ് വി ക്യാൻ കവർ ഫ്ലോർ വിത്ത് കാർപ്പറ്റ്സ്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, യൂസിങ് സൗണ്ട് അബ്സോർബിങ് ടൈൽസ്. സൗണ്ട് അബ്സോർബ് ചെയ്യുന്ന ടൈൽസ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ ഈസ് പ്രൊവൈഡിങ് ദ ഫുൾ ഓഡിയൻസ് ഇൻ ആൻ ഓഡിറ്റോറിയം. ഓഡിയൻസ് അബ്സോർബ് സൗണ്ട് എനർജി കൺസിഡറബിളി. എന്താ, ഒരു ഓഡിറ്റോറിയത്തിൽ ഫുൾ ഓഡിയൻസിനെ കൊണ്ടുവരിക. അങ്ങനെയാകുമ്പോൾ എന്താ, ഈ ഓഡിയൻസ് എന്ന് പറയുന്നത് എന്താ, മെറ്റീരിയൽസ് ആണ്. അതിന് അതിൻ്റെതായ സർഫസ് പ്രോപ്പർട്ടീസ് ഉണ്ടാവും, സർഫസ് ഏരിയ ഉണ്ടാവും. സോ സൗണ്ട് എനർജി എന്ത് ചെയ്യും, സൗണ്ട് എനർജി വിൽ ഗെറ്റ് അബ്സോർബ്ഡ് ടു ഓഡിയൻസ്. സോ അബ്സോർബ് ചെയ്യപ്പെടും. സോ റിഫ്ലക്ടിവിറ്റി കുറയും. അല്ലെങ്കിൽ റിവർബറൻസ് ടൈം ക്യാൻ ബി കൺട്രോൾഡ് ബൈ യൂസിങ് ദിസ് റെമഡി. Or last one is furnishing seats with upholstered seat. അതായത് സീറ്റ് അറേഞ്ച്മെന്റിൽ എന്താ, അപ്ഹോൾസ്റ്റേഡ് സീറ്റ് യൂസ് ചെയ്യുക. വാട്ട് ഈസ് അപ്ഹോൾസ്റ്റേഡ് സീറ്റ്? അതായത് നമ്മളൊരു അപ്ഹോൾസ്റ്റേഡ് സീറ്റ്സ് മീൻസ് സീറ്റ് വിച്ച് ഈസ് കവേർഡ് വിത്ത് ടെക്സ്റ്റൈൽ ക്ലോത്ത് അല്ലെങ്കിൽ സൗണ്ട് അബ്സോർബിംഗ് മെറ്റീരിയൽ. സൗണ്ട് അബ്സോർബിംഗ് മെറ്റീരിയൽ വെച്ച് കവർ ചെയ്ത സീറ്റാണ് നമ്മൾ അപ്ഹോൾസ്റ്റേഡ് സീറ്റ്. ഉദാഹരണത്തിന് ടെക്സ്റ്റൈൽസ് അല്ലെങ്കിൽ കോട്ടൺ ആയിട്ടുള്ള ടെക്സ്റ്റൈൽസ്, ഫൈബേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സീറ്റിനെ കവർ ചെയ്യുന്നു. അല്ല സാധാരണ വുഡൻ സീറ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സീറ്റ് ഒക്കെ യൂസ് ചെയ്ത് എന്താ പ്രശ്നം, സൗണ്ട് വിൽ ഗെറ്റ് റിഫ്ലക്റ്റഡ്. സോ അത് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, സൗണ്ട് അബ്സോർബിംഗ് മെറ്റീരിയൽസ് വെച്ച് നമ്മൾ സീറ്റിനെ കവർ ചെയ്യുന്നു. ആൻഡ് സച്ച് സീറ്റ്സ് ആർ കോൾഡ് upholstered seats. So first point in acoustics of building or acoustic requirement of building, or the first thing that affects the acoustics of building is reverberation, or specifically reverberation time. ഒരു ബിൽഡിങ്ങിന്റെ അക്കൗസ്റ്റിക്സിനെ ബാധിക്കുന്ന ഒന്നാമത്തെ ഇമ്പോർട്ടന്റ് പാരാമീറ്റർ ആണ് എന്ത്, റിവർബറേഷൻ അല്ലെങ്കിൽ റിവർബറേഷൻ ടൈം. റിവർബറേഷൻ എന്താണെന്ന് പറഞ്ഞു, റിവർബറേഷൻ ടൈം അല്ലെങ്കിൽ റിവർബറേഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യാം. റിവർബറേഷനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരേ ഒരു വഴി സൗണ്ട് റിഫ്ലക്ഷനെ കുറയ്ക്കുക. കാരണം റിഫ്ലക്ഷൻ, സൗണ്ട് റിഫ്ലക്ട് ചെയ്യുന്നതുകൊണ്ടാണ് റിവർബറേഷൻ ഫീൽ ചെയ്യുന്നത്. സോ ബൈ റെഡ്യൂസിങ് റിഫ്ലക്ഷൻ വി ക്യാൻ കൺട്രോൾ റിവർബറേഷൻ. സോ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, എവിടെയൊക്കെ സൗണ്ട് റിഫ്ലക്ട് ചെയ്യാൻ സാധ്യതയുണ്ടോ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, സൗണ്ട് അബ്സോർബിംഗ് മെറ്റീരിയൽ വെച്ച് നമ്മൾ കവർ ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ഈസ് എക്കോ. Next parameter which affects the acoustics of building is echo. Now what is echo? എന്താ എക്കോ എന്ന് പറഞ്ഞാൽ എന്താ, ഐശ്വര്യ, വാട്ട് ഈസ് എക്കോ? ഐശ്വര്യ, വാട്ട് ഈസ് എക്കോ? സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നത് എക്കോ. ഓക്കെ, സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒറിജിനൽ സൗണ്ട് നമ്മുടെ ഇയറിൽ കേട്ട് കഴിഞ്ഞും കുറച്ച് സമയം കഴിഞ്ഞ് ആ ഒറിജിനൽ സൗണ്ടിന്റെ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ആ ഒറിജിനൽ സൗണ്ടിന്റെ റിപ്പീറ്റേഷൻ നമുക്ക് ഇന്റർസെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇഫ് വി ഹിയർ ദ റിഫ്ലക്ഷൻ ഓഫ് ദാറ്റ് സെയിം സൗണ്ട് ആഫ്റ്റർ ഹിയറിംഗ് ദ ഒറിജിനൽ സൗണ്ട്, ദെൻ ദാറ്റ് റിപ്പീറ്റേഷൻ ഓഫ് സൗണ്ട് ഈസ് കോൾഡ് എക്കോ. അതായത് എക്കോ എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ശരിക്കും പഠിച്ചു. എന്താ എക്കോ എന്ന് പറഞ്ഞാൽ, എക്കോ മീൻസ്, so echo is if we have a sound source, if the sound source ആണ് വിചാരിക്കുക. now consider this is a person, ഇതൊരു പേഴ്സൺ ആണ് അല്ലെങ്കിൽ പേഴ്സന്റെ ഇയർ ആണെന്ന് വിചാരിക്കുക. സോ ഒറിജിനൽ സൗണ്ട് എന്ത് ചെയ്യും, ആദ്യം പേഴ്സൺ കേൾക്കും, അല്ലെങ്കിൽ ഒറിജിനൽ സൗണ്ട് വിൽ ബി ഹേർഡ് ബൈ പേഴ്സൺ ഇനീഷ്യലി. ഈ സൗണ്ട് എന്ത് ചെയ്യും, ഈ സൗണ്ട് ട്രാവൽ ചെയ്ത് assume there is a wall in that hall, അല്ലെങ്കിൽ ഈ ഒരു ബിൽഡിങ്ങിൽ ഈ ഒരു ഹാളിൽ ഒരു വാൾ ഉണ്ടെന്ന് വിചാരിക്കുക. സോ after sound moved a large distance and it get reflected back to the same person. So original sound ആദ്യം കേട്ടു, after some 1/7 seconds, ഒരു 1/7 seconds കഴിഞ്ഞിട്ടാണ് ഈ റിഫ്ലക്റ്റഡ് സൗണ്ടും പേഴ്സൺ കേൾക്കുന്നതെങ്കിൽ, ആ വ്യക്തി ലിസൺ ചെയ്യുന്നതെങ്കിൽ, we can say he will feel echo. ആ പേഴ്സൺ എന്ത് ചെയ്യും, എക്കോ ഫീൽ ചെയ്യും. അതായത് ഈ ആദ്യം കേട്ട, ഫോർ എക്സാമ്പിൾ ഇഫ് he say ഹലോ, ഹലോ എന്നാ പറഞ്ഞിരിക്കുന്നെങ്കിൽ ഹലോ എന്ന വാക്ക് ആദ്യം കേൾക്കും, പിന്നെ ഈ സൗണ്ട് എന്ത് ചെയ്യും, ദൂരെയുള്ള ഒരു ഒബ്ജക്റ്റിൽ തട്ടി റിഫ്ലക്ട് ചെയ്ത് വീണ്ടും again he will hear hello. So this will get repeated. So ഒരു വാക്ക് പറഞ്ഞു അല്ലെങ്കിൽ മ്യൂസിക്കൽ നോട്ട് പ്രൊഡ്യൂസ് ചെയ്തു, അത് റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുന്നു. വാട്ട് ഈസ് ദ റീസൺ? എന്താ എക്കോയ്ക്കുള്ള റീസൺ എന്താ? വി ഓൾറെഡി ഡിസ്കസ്. എക്കോ ഈസ് ഡ്യൂ ടു റിഫ്ലക്ഷൻ. റിവർബറേഷൻ പോലെ തന്നെ എക്കോ ഈസ് ഡ്യൂ ടു റിഫ്ലക്ഷൻ. സൗണ്ട് ഏതെങ്കിലും ദൂരെയുള്ള അല്ലെങ്കിൽ കൺസിഡറബിളി ലാർജ് ഡിസ്റ്റൻസിലുള്ള ഒരു ഒബ്ജക്റ്റിൽ തട്ടി റിഫ്ലക്ട് ചെയ്യുന്നതുകൊണ്ടാണ് എക്കോ സംഭവിക്കുന്നത്. സോ എക്കോ ഇസ് ഡ്യൂ ടു റിഫ്ലക്ഷൻ. സോ ഒരു അക്കൗസ്റ്റിക്കലി ഗുഡ് ഹാളിൽ എക്കോ വരാൻ പാടുണ്ടോ? നോ. എക്കോ വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ പ്രോബ്ലം. എക്കോ എന്ത് ചെയ്യും, എക്കോ ഇന്റർഫിയർ ചെയ്യും ഒറിജിനൽ സൗണ്ടുമായിട്ട്. സോ ഫോർ അക്കൗസ്റ്റിക്കലി ഗുഡ് ഹാൾ or the repetition of sound
should be reduced. ഈ എക്കോ എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യണം? റെഡ്യൂസ് ചെയ്യണം. സോ ഇൻ ഓർഡർ ടു റെഡ്യൂസ് എക്കോ, വാട്ട് ഈസ് ദ വേ? അല്ലെങ്കിൽ എക്കോനെ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്താണ് ഈ ഒരു പ്രോബ്ലത്തിന്റെ റെമഡിയൽ ആക്ഷൻ? ഇറ്റ് ഈസ് റെഡ്യൂസ് റിഫ്ലക്ഷൻ. റിവർബറേഷനിൽ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യാം? എക്കോയ്ക്കും കാരണം എന്താ? എക്കോ വരാനുള്ള കാരണം റിഫ്ലക്ഷൻ ആണ്. സോ സൗണ്ട് റിഫ്ലക്ഷനെ പരമാവധി റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്കോയെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ ദി റെമഡിയൽ ആക്ഷൻസ്. എക്കോ ക്യാൻ ബി മിനിമൈസ്ഡ് ബൈ കവറിംഗ് ഡിസ്റ്റൻസ് വാൾ വിത്ത് അബ്സോർബിംഗ് മെറ്റീരിയൽ. സോ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ എന്താ പഠിച്ചത്? എക്കോ എങ്ങനെ സംഭവിക്കുന്നത്? എക്കോ ഹാപ്പൻസ് വെൻ സൗണ്ട് വേവ് ഗെറ്റ് റിഫ്ലക്റ്റഡ് ഓൺ ഡിസ്റ്റന്റ് വാൾ. ഒരു ഡിസ്റ്റന്റ് വാൾ തട്ടിയാണ് എക്കോ സംഭവിക്കുന്നത്. സോ ഇഫ് വി കവർ ദിസ് വാൾ വിത്ത് സൗണ്ട് അബ്സോർബിംഗ് മെറ്റീരിയൽ, സോ സൗണ്ട് റിഫ്ലക്ട് ചെയ്യുന്ന വാൾ ചെയ്യുന്നു, നമ്മൾ സൗണ്ട് അബ്സോർബിംഗ് മെറ്റീരിയൽ വെച്ച് കവർ ചെയ്യുന്നു. സോ വാട്ട് ഹാപ്പൻസ്? സൗണ്ട് അബ്സോർബിംഗ് മെറ്റീരിയൽ വെച്ച് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്ന സൗണ്ട് അബ്സോർബ് ചെയ്യും, റിഫ്ലക്ട് ചെയ്ത് പോകില്ല. സോ റിഫ്ലക്ഷൻ ഈസ് പ്രിവെന്റഡ്, സോ ദാറ്റ് എക്കോ ക്യാൻ ബി പ്രിവെന്റഡ്. ഓൾസോ പ്രൊവൈഡിങ് തിക്ക് കർട്ടൻസ് വിത്ത് ഫോൾഡിംഗ്. എന്ത് ചെയ്യാം? We can provide thick curtain. Thick curtain is a good sound absorber, and parallel and hard walls will produce echoes in auditorium. When splayed side walls are used instead of parallel walls, echo problem can be minimized. അതായത് പാരലൽ ആയിട്ടുള്ള ഹാർഡ് വാൾസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താ എക്കോ എന്ത് സംഭവിക്കും? ദിസ് എക്കോ വിൽ ബി അധികമായിരിക്കും. പക്ഷെ അതിന് പറയുന്നത് സ്പ്ലേഡ് സൈഡ് വാൾസ്. വാട്ട് യു മീൻ ബൈ സ്പ്ലേഡ് സൈഡ് വാൾസ്? സ്പ്ലേഡ് എന്ന് പറയുന്നത് സ്പാർഷ്യൽ ആയിട്ടുള്ള, അതായത് റിഫ്ലക്ഷൻ കുറയ്ക്കുന്ന വാൾസ് ആണ്. ഈ ഉദാഹരണത്തിന് നിങ്ങളുടെ വീട്ടിലെ വാൾ എന്ന് പറയുന്നത് ഇഫ് യു ഹാവ് സ്പ്ലേഡ് സൈഡ് വാൾസ്, അല്ലെങ്കിൽ എന്ത് ചെയ്യും? വാൾസിനെ നമുക്ക് പാർഷ്യലായിട്ട്, അതായത് സൗണ്ട് വേവ് എന്ത് ചെയ്യും? ഈ വാളിലെത്തും. ഇവിടെ ഒരു ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അടുത്ത വാളിലേക്ക് കിടക്കൂല. സോ അതൊരു പോയിന്റ് ആയിട്ട് മാത്രം കൺസിഡർ ചെയ്താൽ മതി. എക്കോ, സോ മെയിൻ പോയിന്റ് ഈസ് എക്കോ ക്യാൻ ബി മിനിമൈസ്ഡ് ബൈ റെഡ്യൂസിങ് റിഫ്ലക്ഷൻ. സൗണ്ടിന്റെ റിഫ്ലക്ഷൻ കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ എക്കോ മിനിമൈസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. So second point is, so first point was reverberation. Acoustic, the first point or first parameter which affect the acoustics of a building was reverberation or reverberation type. അതെങ്ങനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ പഠിച്ചു. Second one was echo. Echo എങ്ങനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ പഠിച്ചു. And third one is focusing of sound energy. So what do you mean by focusing of sound energy? Focusing of sound energy. So നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 182 എടുത്തു കഴിഞ്ഞാൽ we can see that if the speaker is here. ഇപ്പൊ സ്പീക്കർ എന്ന് പറയുന്നത്, ഇപ്പൊ ഉദാഹരണത്തിന് ഇതൊരു ഹാളിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ആണെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് ഒരു ഓഡിറ്റോറിയത്തിന് അല്ലെങ്കിൽ ഒരു സ്റ്റേഡിയത്തിന് എന്തെങ്കിലും ഒരു ബിൽഡിങ്ങിന് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. സോ വാട്ട് ഹാപ്പൻസ് ഇഫ് വൺ സ്പീക്കർ സ്പീക്സ് ഫ്രം ഹിയർ? ഒരു സ്പീക്കർ അല്ലെങ്കിൽ ഒരു പേഴ്സൺ ഇവിടെ നിന്ന് സംസാരിക്കുകയാണ്. സോ സൗണ്ട് എനർജി വിൽ ഗെറ്റ് റിഫ്ലക്റ്റഡ് ഇൻ ദിസ് സർഫസ്. സൗണ്ട് എനർജി എന്ത് ചെയ്യും? റിഫ്ലക്ട് ചെയ്ത് ഒരു പോയിന്റിൽ ഫോക്കസ് ചെയ്യും. സോ നമ്മളുടെ സ്പെറിക്കൽ, കോൺകേവ് അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ സർഫസ് നമ്മുടെ ഹാളിൽ, ഇഫ് ദർ ആർ സർഫസസ് വിത്ത് ഷേപ്സ് കോൺകേവ്, സ്പെറിക്കൽ ഓർ സിലിണ്ടറിക്കൽ ഇൻ അവർ ഹാൾസ്, then the sound energy will be focused in certain region. So curved spaces അല്ലെങ്കിൽ കർവ്ഡ് ഷേപ്സ്, കർവ് ഷേപ്പിൽ അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ, സ്പെറിക്കൽ ആയിട്ടുള്ള ഷേപ്പുകൾ നമ്മുടെ ഹാളിൽ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? സൗണ്ട് എനർജി ചില സ്ഥലത്തേക്ക് മാത്രം ഫോക്കസ് ചെയ്യപ്പെടും. And that is a problem. So we already said that acoustically good auditorium should have equal amount of loudness or equal amount of sound energy or intensity all around the hall. നമ്മൾ പറഞ്ഞു acoustically good auditorium അല്ലെങ്കിൽ good hall, good building എന്ന് പറഞ്ഞാൽ എന്താ? സൗണ്ട് എല്ലായിടത്തും ഒരേ ലൗഡ്നെസ് കേൾക്കണം. സോ നമ്മൾ എന്താ സ്പെറിക്കൽ അല്ലെങ്കിൽ കോൺകേവ്, സിലിണ്ടറിക്കൽ സർഫസസ് ഉണ്ടെങ്കിൽ എന്താ പ്രശ്നം? സൗണ്ട് പല സ്ഥലത്തും എന്ത് ചെയ്യും? ഫോക്കസ് ആവും. സോ in order to reduce that, we want to place speaker in this focus area. So നമ്മൾ ഇത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇപ്പൊ നമ്മുടെ സ്പെറിക്കൽ കോൺകേവ് ഹാൾ ആണെന്ന് വിചാരിക്കുക. സോ സൗണ്ട് എനർജി ഈസ് ഫോക്കസിങ് ഹിയർ. സോ സൗണ്ട് വേറെ ഏത് സ്ഥലത്തുനിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടാലും എന്ത് ചെയ്യും? സൗണ്ട് എനർജി ഇവിടെ ഫോക്കസ് ചെയ്യപ്പെടും. സോ ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ഇഫ് വി പ്ലേസ് സ്പീക്കർ, സോ സൗണ്ട് സോഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? സൗണ്ട് ഫോക്കസ് ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലത്ത് വെക്കുന്നു. നമ്മളിവിടെ സ്പീക്കർ ഇവിടെ പ്ലേസ് ചെയ്യുന്നു. സ്പീക്കർ ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? ദെൻ we can see that sound energy will be produced in all directions. Sound energy എന്ത് ചെയ്യും? എല്ലാ ഡയറക്ഷനിലേക്കും പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. സൗണ്ട് എനർജി എന്ത് ചെയ്യും? നോർമലി it get reflected here and came back to same focus. So focus, സൗണ്ട് ഫോക്കസ് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ സ്പീക്കറിനെ വെക്കുക. then what is the result എന്താ? സൗണ്ട് ചെന്ന് റിഫ്ലക്ട് ചെയ്യും, സൗണ്ട് ഇതേ പൊസിഷനിൽ ഫോക്കസ് ചെയ്യും. സോ ഈ ഒരു പാത്തിലാണ് ഓഡിയൻസ് എങ്കിൽ സൗണ്ട് ഫോക്കസിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യും, വാളിലേക്ക് ഇരുന്നു തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് ഫോക്കസിൽ തന്നെ
കൺക്ലൂഡ് ചെയ്യുന്നു. സോ ഈ ഒരു പാത്തിലാണ് സൗണ്ട് പാസ് ചെയ്യുന്നത്, റിഫ്ലക്ട് ചെയ്യുന്ന ഫോക്കസിലേക്ക് തിരിച്ചു വരുന്ന ആ പാത്തിലാണ് ഓഡിയൻസ് എങ്കിൽ ദെൻ ഓഡിയൻസ് ഇൻ എവറി ഏരിയ, സോ ഈ ഹാളിൽ ഇരിക്കുന്ന ഏതൊരു ഏരിയയിൽ ഇരിക്കുന്ന ഓഡിയൻസിന് എന്ത് ചെയ്യും, ദേ ക്യാൻ ഫീൽ ഈക്വൽ loudness. So sound should be, so in an acoustically good auditorium or acoustically good ഹാളിലാണെങ്കിൽ important point is sound equally distribute ചെയ്യപ്പെടണം. അതായത് the sound should be equally distributed. That means each person sitting in every point of that hall should hear or can he should be able to hear that sound with equal loudness. So in order to ensure the uniform distribution, we should avoid the curved surfaces on walls, ceilings, floor. And if the curved surfaces present, so ഒന്നാമത്തെ കാര്യം കർവ്ഡ് സർഫസസ് പ്രസന്റ് ആണെങ്കിൽ എന്താ, സൗണ്ട് ചില ഏരിയകളിലേക്ക് മാത്രം, ചില പോയിന്റുകളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യപ്പെടും. ഇത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, കർവ്ഡ് സർഫസസ് ഒഴിവാക്കണം. That is the one of the best remedial action. And if it is necessary, ഇനി curved surfaces necessary ആണെങ്കിൽ എന്ത് ചെയ്യണം, then it should be covered with suitable absorbing material. So second remedial action, second remedy for this problem is കർവ്ഡ് സർഫസ്. ഒന്നാമത്തെ കാര്യം കർവ്ഡ് സർഫസസ് ഒഴിവാക്കണം. രണ്ടാമത്തെ കാര്യം ഇനി ഇത് എസെൻഷ്യൽ ആണെങ്കിൽ എന്ത് ചെയ്യണം, അത് സ്യൂട്ടബിൾ സൗണ്ട് അബ്സോർബിംഗ് മെറ്റീരിയൽ വെച്ച് കവർ ചെയ്യണം. ആൻഡ് തേർഡ് വൺ, ഇനി വന്നിട്ടും ഇത് കവർ ചെയ്യാനും പറ്റില്ലെങ്കിൽ then the speaker should be at the focus of this curved surface. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ഈ സ്പീക്കർ എന്ത് ചെയ്യണം, the sound source should be at the focus of this. സൗണ്ട് സോഴ്സ് എന്ത് ചെയ്യണം, സൗണ്ട് ഫോക്കസ് ചെയ്യുന്ന ആ പോയിന്റിലായിരിക്കണം സ്പീക്കർ ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും, the sound is distributed equally in this hall. And one of the important point is ceiling must be very low. Ceiling എന്താണ്, വളരെ ലോ ആയിരിക്കണം. അതിന്റെ കാരണം ലൗഡ്നെസ് എന്ന പാരാമീറ്റർ പറയുമ്പോൾ നമ്മൾ സംസാരിക്കാം. സോ ഫോക്കസിംഗ് ഓഫ് സൗണ്ട് എനർജി എന്ന പോയിന്റ് പറഞ്ഞു. ദാറ്റ് വാസ് ദി തേർഡ് പോയിന്റ്. നൗ ഫോർത്ത് പോയിന്റ് വാസ് അഡിക്വറ്റ് ലൗഡ്നെസ്. എന്താണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫോർ ആൻ അക്കോസ്റ്റിക്കലി ഗുഡ് ബിൽഡിംഗ് ഓർ അക്കോസ്റ്റിക്കലി ഗുഡ് ഓഡിറ്റോറിയം ഓൾ ദി ലിസണേഴ്സ് ഷുഡ് ബി ഏബിൾ ടു ഹിയർ ദ സൗണ്ട് വിത്ത് ഈക്വൽ ലൗഡ്നെസ്. ഏത് ലിസണർക്കും ഏത് സീറ്റിലിരിക്കുന്ന ആൾക്കും ഒരേ ലൗഡ്നെസ്സിൽ സ്പീക്കർ പറയുന്നത്, അല്ലെങ്കിൽ ഏത് കാര്യമാണ് അവിടെ മ്യൂസിക് പ്ലേ ചെയ്യുന്നതാണെങ്കിൽ അല്ലെങ്കിൽ തിയേറ്ററിൽ ഇരിക്കുന്നതാണെങ്കിൽ എല്ലാവർക്കും ഒരേ ശബ്ദത്തിൽ കേൾക്കണം. സോ അഡിക്വറ്റ് ലൗഡ്നെസ് or the sufficient loudness is an important parameter inside an acoustically good hall. So large absorption reduces the loudness considerably. അതായത് നമ്മൾ ഇത്രയും സമയം എക്കോ പ്രിവെന്റ് ചെയ്യാൻ, റിവർബറേഷൻ പ്രിവെന്റ് ചെയ്യാൻ ഒക്കെ നമ്മൾ എന്താ പറഞ്ഞത്, റിഫ്ലക്ഷൻ ഒഴിവാക്കുക, സൗണ്ട് അബ്സോർബിംഗ് മെറ്റീരിയൽ ബിൽഡിങ്ങിന്റെ പല സ്ഥലത്ത് വെക്കുക, അല്ലെങ്കിൽ കവർ ചെയ്യുക, സൗണ്ട് അബ്സോർബിംഗ് മെറ്റീരിയൽ വെച്ച് കവർ ചെയ്യുക. ബട്ട് ദാറ്റ് ഈസ് എ പ്രോബ്ലം. അങ്ങനെ ഇഫ് വി പ്ലേസ് സൗണ്ട് അബ്സോർബിംഗ് മെറ്റീരിയൽസ് ഇൻ എ ലാർജ് സർഫസ്, അതായത് ഒരുപാട് സ്ഥലങ്ങളിൽ സൗണ്ട് അബ്സോർബിംഗ് മെറ്റീരിയൽസ് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സൗണ്ട് അബ്സോർബിംഗ്. വാട്ട് യു മീൻ ബൈ സൗണ്ട് അബ്സോർബിംഗ്? സൗണ്ട് അബ്സോർബ് ചെയ്യുന്നു എന്നതിന്റെ അർത്ഥം എന്താ, സൗണ്ട് എനർജി അബ്സോർബ് ചെയ്യുന്നു. എനർജി അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ലൗഡ്നെസ്, ടോട്ടൽ എനർജി, ടോട്ടൽ ഇന്റൻസിറ്റി വിൽ ബി ഗെറ്റ് ഡിക്രീസ്ഡ്. സോ ടോട്ടൽ ലൗഡ്നെസ് എന്ത് ചെയ്യും, കുറയും. സോ ആ ലൗഡ്നെസ് ഒരിക്കലും നമുക്ക് കേൾക്കാൻ പറ്റുന്ന ലൗഡ്നെസ്സിന് താഴെ ആയിരിക്കാൻ പാടില്ല. സോ there will be some control in പ്ലേസിങ് സൗണ്ട് അബ്സോർബിംഗ് മെറ്റീരിയൽ. സോ സൗണ്ട് അബ്സോർബിംഗ് മെറ്റീരിയൽ നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ അതിന് ചില കൺട്രോൾ ഉണ്ടായിരിക്കണം. അതൊരിക്കലും ലൗഡ്നെസ്സിനെ അല്ലെങ്കിൽ ആ ഹാളിൽ കേൾക്കുന്ന ശബ്ദത്തിന്റെ ലൗഡ്നെസ്സിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ലോ ചെയ്യാൻ, കുറയ്ക്കാൻ സഹായിക്കുന്നതായിരിക്കരുത്. സോ കാരണം എന്താ, അക്കൗസ്റ്റിക്കലി ഗുഡ് ഓഡിറ്റോറിയത്തിൽ loudness, adequate loudness or sufficient loudness is very important. And for sufficient loudness, the following things should be ensured. First one is large sounding boards must be kept behind the speaker. അതായത് സ്പീക്കറിന്റെ പുറകിൽ ലാർജ് സൗണ്ടിങ് ബോർഡ്സ് അല്ലെങ്കിൽ പോളിഷ്ഡ് ബോർഡ്സ് കീപ്പ് ചെയ്യാം. അതെന്ത് ചെയ്യും, അത് ആ സൗണ്ടിനെ തന്നെ അല്ലെങ്കിൽ നമുക്ക് ലോസ് ചെയ്യുന്ന സൗണ്ടിനെ എന്ത് ചെയ്യും, ഒന്നുകൂടി റിഫ്ലക്ട് ചെയ്തിട്ട് സൗണ്ട് ഇന്റൻസിറ്റി ഇൻക്രീസ് ചെയ്യും. നെക്സ്റ്റ് വൺ, പോളിഷ്ഡ് സർഫസ് ക്യാൻ ബി കെപ്റ്റ് അബവ് ദ സ്പീക്കർ. സ്പീക്കറിന് മുകളിൽ എന്ത് ചെയ്യാം, പോളിഷ്ഡ് സർഫസ് വെക്കാം. സോ എന്ത് ചെയ്യും, അതും നമുക്ക് എന്തായാലും സ്പീക്കറിന് മുകളിൽ സൗണ്ട് കേൾക്കേണ്ട ആവശ്യമില്ല. സോ അതും സൗണ്ടിനെ റീഡയറക്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്യാൻ സഹായിക്കും. നെക്സ്റ്റ് വൺ, സീലിംഗ്സ് മസ്റ്റ് ബി വെരി ലോ ആസ് പോസിബിൾ. ഒരു അക്കോസ്റ്റിക്കലി ഗുഡ് ഓഡിറ്റോറിയത്തിൽ എന്താ, സീലിംഗ് വളരെ സീലിംഗിന്റെ ഹൈറ്റ് വളരെ കുറവായിരിക്കണം. വൈ? ബിക്കോസ് നമ്മൾ കണ്ടു, ഇഫ് ദിസ് ഈസ് എ ഹാൾ, ദെൻ ഇഫ് ദിസ് ഈസ് എ ഹാൾ, ഇപ്പൊ സീലിംഗിന്റെ ഹൈറ്റ് വളരെ വലുതാന്ന് വെച്ചു, വലിയൊരു ഹാളാണ്. സോ ഇഫ് വി ഹാവ് എ വെരി ഹൈ സീലിംഗ് ഹൈറ്റ്, എന്ത് സംഭവിക്കും, ഈ സൗണ്ട് എനർജി ഈ വോളിയത്തിൽ മുഴുവൻ സ്പ്രെഡ് ചെയ്യണ്ടേ. അതായത് വലിയൊരു ഹൈറ്റ് ആണ്. ഇഫ് അവർ ഹൈറ്റ് ഈസ് ഹൈ, സീലിംഗിന്റെ ഹൈറ്റ് വളരെ വലുതാണ്, സീലിംഗിന്റെ ഹൈറ്റ് കൂടുന്നു, ദാറ്റ് മീൻസ് നമ്മൾ ഹാളിന്റെ അല്ലെങ്കിൽ ഈ ബിൽഡിങ്ങിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. സോ വോളിയം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ട് എനർജി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടാൻ ഒരുപാട് വോളിയം വരും. സോ നോർമലി ചെറിയൊരു പാർട്ടിൽ
എക്സ്പീരിയൻസ് ചെയ്യുന്ന സൗണ്ട് എനർജി വോളിയം അല്ലെങ്കിൽ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് കമ്പാരേറ്റീവ്ലി ചെറുതായിരിക്കും. സോ സീലിംഗ് ഹൈറ്റ് കുറച്ച് കഴിഞ്ഞാൽ എന്താ വോളിയം കുറയും. സോ സൗണ്ട് എനർജി can be distributed equally in all places. And also loudspeakers with suitable power must be kept at proper places. അതായത് സ്യൂട്ടബിൾ പവർ ഉള്ള ലൗഡ് സ്പീക്കേഴ്സ് എല്ലാ സ്ഥലത്തും അല്ലെങ്കിൽ കറസ്പോണ്ടിംഗ്ലി എല്ലാവർക്കും ലൗഡ്നെസ് എൻഷുർ ചെയ്യുന്ന സ്ഥലത്ത് വെക്കണം. So that is the fourth point. For an acoustically good auditorium, adequate loudness or sufficient loudness is very important. So in order to ensure that we make ensure or we should consider these 4 points. In 4 points നമ്മൾ കൺസിഡർ ചെയ്യണം. Last one, fifth point is resonance effect. So in an auditorium or in a building, there will be hollow cavities, air pockets, etc. in the wall. So acoustically good auditorium എന്ത് ചെയ്യണം, നമ്മൾ മറ്റ് പല, അതായത് നമ്മുടെ സ്പീക്കർ എന്താണോ പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഏത് സൗണ്ട് നോട്ടാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് മാത്രമേ നമുക്ക് കേൾക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കി എന്തും നോയ്സൻസ് ആണ് അല്ലെങ്കിൽ നോയ്സൻസ് ആണ്. സോ വാട്ട് ഈസ് റെസോണൻസ് എഫക്ട്? സോ നമ്മുടെ ബിൽഡിങ്ങിനുള്ളിൽ എന്താ, നമ്മുടെ ബിൽഡിങ്ങിനുള്ളിൽ ചിലപ്പം നമ്മുടെ വാളിൽ അല്ലെങ്കിൽ ചുമരിലൊക്കെ എന്താ ചെറിയ ചെറിയ ഹോളോ ക്യാവിറ്റീസ് ഉണ്ടാവും അല്ലെങ്കിൽ എയർ പോക്കറ്റ്സ് ഉണ്ടാവും. സോ ദിസ് എയർ പോക്കറ്റ്സ് ആക്ട് ആസ് എ റെസോണൻസ് കോളം. സോ നിങ്ങൾ +2 റെസോണൻസ് കോളം എന്ന എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ നിങ്ങളോടാണ്. ചെയ്തിട്ടുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. നിങ്ങൾ +2 റെസോണൻസ് കോളം എന്ന എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടോ? എനിവൺ? ഇല്ല, റെസോണൻസ് കോളം എക്സ്പെരിമെന്റ് ചെയ്തിട്ടില്ല. സോ അസ്യൂം ദാറ്റ് ഇഫ് വി ഹാവ് ആൻ എയർ കോളം, നമ്മുടെ കയ്യിൽ ഒരു എയർ കോളം ഉണ്ടെങ്കിൽ, if we have an air column, സോ റെസോണൻസ് കോളം എന്ന എക്സ്പെരിമെന്റ് ഇങ്ങനെയാണ്. നമ്മുടെ കയ്യിൽ ഒരു എയർ കോളം ഉണ്ടാവും, ഒരു PVC പൈപ്പ് വെച്ച് ക്രിയേറ്റ് ചെയ്ത ഒരു എയർ കോളം ഉണ്ടാവും. സോ വെൻ വി പ്രൊഡ്യൂസ് സൗണ്ട് വിത്ത് ട്യൂണിംഗ് ഫോർക്ക്, ഈ എയർ കോളത്തിന്റെ അറ്റത്ത് എന്ത് ചെയ്യും, നമ്മൾ ട്യൂണിംഗ് ഫോർക്ക് വെച്ച് ഒന്ന് വൈബ്രേറ്റ് ചെയ്യിപ്പിക്കും. സോ വാട്ട് ഹാപ്പൻസ്? സോ ഡിപ്പെൻഡിങ് ഓൺ ലെങ്ത്, സോ ഈ എയർ കോളത്തിന്റെ ലെങ്ത് ഡിപ്പെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഈ സൗണ്ട് ഫ്രീക്വൻസി അല്ലെങ്കിൽ ഈ എയർ കോളത്തിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ, ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യുന്നെങ്കിൽ എന്ത് ചെയ്യും, റെസോണൻസ് സംഭവിക്കും. അങ്ങനെ ഈ എയർ കോളം എന്ത് ചെയ്യും, എയർ കോളം റെസോണൻസിൽ അതിൻ്റെതായ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് റെസോണൻസ് കോളം എന്ന ബേസിക് എക്സ്പെരിമെന്റ്. സാധാരണ +2 ചെയ്യിപ്പിക്കുന്നതാണ്. ഇതേ സംഗതി എന്ത് ചെയ്യും ഒരു ബിൽഡിങ്ങിന്റെ കേസിൽ? ഉദാഹരണത്തിന് ഒരു ബിൽഡിങ്ങിന്റെ വാളിൽ ചുമരിൽ ഒരു ചെറിയൊരു എയർ കോളം, ഒരു ചെറിയൊരു ഹോൾ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഹോളിൽ എന്താവും, ദർ വിൽ ബി എയർ ഇൻ ദാറ്റ് ഹോൾ. സോ സൗണ്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യുമ്പം ആ ഒരു ഹോളിന്റെ, ആ ഒരു എയർ കോളത്തിന്റെ ക്യാവിറ്റിയുടെ നാച്ചുറൽ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് എന്ത് ചെയ്യും, അത് അബ്സോർബ് ചെയ്യും, റെസോണൻസ് സംഭവിക്കുകയും ചെയ്യും. സോ ഡ്യൂ ടു ദിസ് റെസോണൻസ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ഇറ്റ്സ് ഓൺ സൗണ്ട്. ആ ഒരു റെസോണൻസ് കാരണം എന്ത് ചെയ്യും, അത് അതിൻ്റെതായ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ആൻഡ് ദാറ്റ് ഈസ് എ നോയ്സൻസ്. അതൊരു നോയ്സ് ആണ്. കാരണം നമുക്ക് ഒറിജിനൽ സൗണ്ട് മാത്രമേ കേൾക്കേണ്ടുള്ളൂ. അല്ലാതെ ഈ കാണുന്ന ചുമരിലെയും അല്ലെങ്കിൽ ഈ കാണുന്ന ഫ്ലോറിലെയും എയർ ഹോൾസ് ക്യാവിറ്റീസ് ഉണ്ടാക്കുന്ന റെസോണൻസിന്റെ സൗണ്ട് കേൾക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് എ നോയ്സൻസ്. സോ റെസോണൻസ് എഫക്ട് ഷുഡ് ബി അവോയ്ഡഡ്. സോ ഒരു അക്കോസ്റ്റിക്കലി ഗുഡ് ഹാളിൽ എന്ത് ചെയ്യണം, റെസോണൻസ് എഫക്ട് എന്തായാലും ഒഴിവാക്കിയിരിക്കണം. സോ ഇൻ ഓർഡർ ടു prevent the resonance effect, one of the important remedial action is hollow portions, cavities and air pockets must be avoided. So ഇത് ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്താ, ഇതുപോലുള്ള ഹോളോ പോർഷൻസ്, ക്യാവിറ്റീസ് അല്ലെങ്കിൽ എയർ പോക്കറ്റ്സ് ഒക്കെ എന്ത് ചെയ്യാം, അവോയ്ഡ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ വാൾ അല്ലെങ്കിൽ നമ്മൾക്ക് അക്കോസ്റ്റിക്കലി ഗുഡ് ഓഡിറ്റോറിയത്തിനുള്ളിൽ, അക്കോസ്റ്റിക്കലി ഗുഡ് ബിൽഡിങ്ങിനുള്ളിലെ വാൾ അല്ലെങ്കിൽ എല്ലാ മെറ്റീരിയൽസും എന്താ വെൽ പോളിഷ്ഡ് ആയിരിക്കണം. ഒരിക്കലും എയർ പോക്കറ്റ്സ് കാണാൻ പാടില്ല. എയർ പോക്കറ്റ്സ് ഉണ്ടെങ്കിൽ there will be a chance of resonance effect. And next one is echelon effect. What is echelon effect? Echelon effect, if there are set of railings or regular spacing of reflecting surfaces etc. may produce musical notes due to regular repetition of echoes. ഉദാഹരണത്തിന് ഒരു മ്യൂസിക്കൽ ഹാൾ, ഒരു തിയേറ്ററിൽ if there is continuous step, അതായത് സൗണ്ട് ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഇവിടെ കണ്ടിന്യൂസ് സ്റ്റെപ്പ് ഉണ്ട്. ഇഫ് ദർ ഈസ് കണ്ടിന്യൂസ് സ്റ്റെപ്പ് ഇൻ എ മ്യൂസിക്കൽ ഹാൾ എന്ത് ചെയ്യും, സോ സൗണ്ട് വന്ന് ആദ്യത്തെ സ്റ്റെപ്പിൽ തട്ടി റിഫ്ലക്ട് ചെയ്യും. അതേപോലെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ തട്ടി റിഫ്ലക്ട് ചെയ്യും, മൂന്നാമത്തെ സ്റ്റെപ്പിൽ തട്ടി റിഫ്ലക്ട് ചെയ്യും. ആൻഡ് ദിസ് ഗോസ് ഓൺ ആൻഡ് ഓൾ ദിസ് എക്കോസ് എന്ത് ചെയ്യും, ഈ എക്കോ റിപ്പീറ്റഡ് ആയിട്ട്, ഇവിടെ ഒരു ലിസണർ ഉണ്ടെങ്കിൽ ഈ എക്കോസ് ഒക്കെ എന്താ ഡെഫിനിറ്റ് ടൈം ഇന്റർവെൽ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കും. And this will produce a musical note. So repeated ആയിട്ട് കേൾക്കുന്ന സൗണ്ട് എനർജി അല്ലെങ്കിൽ സൗണ്ട് നോട്ട് ആണ് എന്ത്, മ്യൂസിക്കൽ നോട്ട്. And this will feel like a musical note. And this is not expected. So acoustically ഒരു ഗുഡ് ഹാളിൽ അല്ലെങ്കിൽ നമുക്ക് acoustically ഗുഡ് ഹാളിൽ ഒരു ബിൽഡിങ്ങിൽ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ, തിയേറ്ററിൽ ഇപ്പം ആ സ്പീക്കറിൽ പറയുന്ന കാര്യം നമുക്ക് കേൾക്കേണ്ട ആവശ്യമുള്ളൂ. സോ this echelon effect, this regular repetition of echoes should be avoided
because it is confusing കാരണം അത് നമുക്ക് ഒറിജിനൽ സൗണ്ടിന് കൺഫ്യൂസ് ചെയ്യിക്കും ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് അൺഇന്റലിജിബിൾ. വാട്ട് യു മീൻ ബൈ അൺഇന്റലിജിബിൾ? അൺഇന്റലിജിബിൾ മീൻസ് നോട്ട് അണ്ടർസ്റ്റാൻഡബിൾ, നമുക്ക് മനസ്സിലാവില്ല എന്താ ഒറിജിനലി പറയുന്നത്. ദിസ് ഈസ് കോൾഡ് എക്കലോൺ എഫക്ട് ആൻഡ് ദിസ് ക്യാൻ ബി അവോയ്ഡഡ്. സോ ഇതെങ്ങനെ അവോയ്ഡ് ചെയ്യാം? അവോയ്ഡ് ചെയ്യാനുള്ള ഒരേ ഒരു വഴി എന്താ? റെഗുലർ റെയിലിംഗ് അല്ലെങ്കിൽ റെഗുലർ സ്പേസിംഗ്, സ്റ്റെപ്സ്, ഇതൊക്കെ ഒഴിവാക്കുക. സോ റെമഡിയൽ ആക്ഷൻ ഈസ് ദ ഈക്വലി സ്പേസ്ഡ് സ്റ്റെപ്സ്, ceilings or pillars must be covered with suitable sound absorbing material. So എക്കലോൺ എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ റെഗുലർ സ്പേസിംഗ് ഉള്ള സ്റ്റെപ്പ് അല്ലെങ്കിൽ റെയിലിംഗ്, സീലിംഗ് ഇതൊക്കെ ഒഴിവാക്കുക, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഇത് സൗണ്ട് അബ്സോർബിംഗ് മെറ്റീരിയൽ വെച്ച് കവർ ചെയ്യുക. സോ എക്കലോൺ എഫക്റ്റ് ഈസ് നോട്ട് എക്കോ. എക്കലോൺ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എക്കോ അല്ല, ഇറ്റ് ഈസ് ഡ്യൂ ടു റെഗുലർ റിപ്പീറ്റേഷൻ ഓഫ് എക്കോ. എക്കോ തന്നെയാണ്, പക്ഷെ എക്കോ റെഗുലർ റിപ്പീറ്റേഷൻ, റെഗുലർ ടൈം ഇന്റർവൽ ഒരു ലിസണർക്ക് കേൾക്കാനിടയാൽ ഇറ്റ് വിൽ ഫീൽ ലൈക്ക് എ മ്യൂസിക്കൽ നോട്ട് ആൻഡ് ദാറ്റ് ഈസ് എക്കലോൺ എഫക്ട് ആൻഡ് ഇറ്റ് ഷുഡ് ബി പ്രിവെന്റഡ് ഇൻ ആൻ അക്കൗസ്റ്റിക്കലി ഗുഡ് ഓഡിറ്റോറിയം. ഒരു അക്കൗസ്റ്റിക്കലി ഗുഡ് ഓഡിറ്റോറിയത്തിൽ ഇത് പ്രിവെന്റ് ചെയ്യപ്പെടണം. Seventh one and the last point is noises and sound insulator. So acoustically good auditorium ആവശ്യമായ പാരാമീറ്ററിൽ അവസാനത്താണ് noises and sound insulator. So what is a noise? So simply speaking, എന്താ noise എന്ന് പറഞ്ഞതാ? Noise is unwanted sound in an auditorium is called noise. നമുക്ക് ആവശ്യമില്ലാത്ത എന്ത് സൗണ്ടും നോയ്സ് ആണ്. So what is the effect of noise? Noise produces displeasing effect in the listener and is always in a nuisance to listener. Noise എന്ത് ചെയ്യും? ലിസണർക്ക് എന്താ? ഡിസ്പ്ലേസിങ് എഫക്ട്. കാരണം നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഒരു മ്യൂസിക്കൽ കൺസേർട്ട് ലിസൺ ചെയ്യാനാണ് ഒരു ഹാളിൽ പോയെന്ന് വിചാരിക്കുക. സോ ഇതല്ലാതെ ബാക്കിയുള്ളവർ സംസാരിക്കുന്ന അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നോയ്സ് എന്ത് ചെയ്യും? ഇറ്റ് ഈസ് എ ഡിസ്പ്ലേസിങ് എഫക്ട്. കാരണം അത് നമ്മൾ കേൾക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യമല്ല നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. ആൻഡ് ഓൾസോ ദിസ് നോയ്സ് ഷുഡ് ബി ഹൈ ഫ്രീക്വൻസി ആൻഡ് ഹൈ ഇന്റൻസിറ്റി ആൻഡ് പ്രിവെൻഷൻ ഓഫ് സച്ച് നോയ്സസ് ഈസ് കോൾഡ് സൗണ്ട് ഇൻസുലേഷൻ. സോ ഇതുപോലുള്ള നോയ്സസിനെ പ്രിവെന്റ് ചെയ്യുന്നതിനാണ് നമ്മൾ സൗണ്ട് ഇൻസുലേഷൻ എന്ന് പറയുന്നത്, സൗണ്ട് പ്രൂഫ് എന്ന് പറയുന്നത്. സോ നോയ്സസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 3. ഈ നോയ്സസിനെ തന്നെ നമുക്ക് 3 ആയിട്ട് തരംതിരിക്കാൻ പറ്റും. ഫസ്റ്റ് വൺ ഈസ് എയർബോൺ നോയ്സ്. വാട്ട് ഈസ് എയർബോൺ നോയ്സ്? Airborne noise is the sound waves reaching the hall from outside through open windows, doors, ventilators, holes, etc. are called airborne noise. അതായത് പുറത്തുനിന്ന് വരുന്ന എന്ത് നോയ്സും എയർ വഴി നമുക്ക് പുറത്ത്, ഉദാഹരണത്തിന് നിങ്ങൾ ക്ലാസ് റൂമിൽ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക, ഒരു ലെക്ചർ ഹാളിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു, പുറത്തുനിന്ന് കുറെ കുട്ടികൾ ബഹളം ഉണ്ടാക്കി, നോയ്സ് ഉണ്ടാക്കുന്നു. അതെങ്ങനെയാണ് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത്? ത്രൂ ഓപ്പൺ വിൻഡോസ്, ത്രൂ ഡോഴ്സ്, അല്ലെങ്കിൽ എയറിലെ കൂടെയാണ് എത്തുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ എയർ ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് എയർബോൺ നോയ്സ്. സിമ്പിൾ കൺസെപ്റ്റ് ആണ്, അതാണ് എയർബോൺ നോയ്സ്. ആൻഡ് വാട്ട് ഈസ് ദ റെമഡിയൽ ആക്ഷൻ ഫോർ പ്രിവെന്റിംഗ് എയർബോൺ നോയ്സ്? എന്താ റെമഡിയൽ ആക്ഷൻ? ഒന്നാമത് ഓപ്പണിംഗ് ഹോൾസ്, അല്ലെങ്കിൽ പുറത്തേക്കുള്ള ഓപ്പണിംഗ് ആൻഡ് ഹോൾസ് അവോയ്ഡ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം, യൂസ് ഡബിൾ ഡോർസ് ആൻഡ് ഡബിൾ വിൻഡോസ് ഓൺ സെപ്പറേറ്റ് ഫ്രെയിംസ് വിത്ത് ആൻ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഇൻ ബിറ്റ്വീൻ ദം. ഡബിൾ ഡോർസ് ആൻഡ് ഡബിൾ വിൻഡോസ് യൂസ് ചെയ്യാം. അതിന്റെ അർത്ഥം എന്താ? ഡബിൾ മെറ്റീരിയൽ, ഫോർ എക്സാമ്പിൾ ഇഫ് ഐ ആം ഡോറിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് കാണിക്കുന്നത്. സോ ഡബിൾ ഡോർസ് യൂസ് ചെയ്ത് എന്താ കാരണം? ഇതാണ് ഹാളിന്റെ ഇൻസൈഡ് എന്ന് വിചാരിക്കുക. അസ്യൂം ദാറ്റ് ദിസ് ഈസ് ദി ഇൻസൈഡ് ഓഫ് ഹാൾ, ദിസ് ഈസ് ഔട്ട്സൈഡ്. സോ എയർബോൺ നോയ്സ് വന്ന് ഈ വാതിൽ ഇൻസിഡന്റ് ചെയ്യും. സോ എന്ത് പറ്റും? നോർമലി മെറ്റീരിയലിൽ കൂടി സൗണ്ട് കണ്ടക്ട് ചെയ്യപ്പെടണം, പക്ഷെ ഡബിൾ ഡോർ ആണ്, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആണുള്ളതെങ്കിൽ സൗണ്ട് ഇവിടെ വെച്ച് ഡാമ്പ് ചെയ്യപ്പെടും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇഫ് വി ഹാവ് എ ഡബിൾ ഡോർ, the outside noise or airborne noise can be prevented. That is a simple concept. Second one is structure borne noise. What is structure borne noise? The noise propagating through the structure of a building is called structure borne noise. അതെന്താ? ഒരു ബിൽഡിങ്ങിന്റെ സ്ട്രക്ചർ കാരണം നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്ന നോയ്സ്. ഉദാഹരണത്തിന് അടുത്ത ക്ലാസ്സിൽ ഇപ്പം ഡെസ്കിന് ആരെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് നമ്മുടെ ഹാളിൽ നോയ്സ് കേൾക്കാൻ പറ്റും. ഇനിയല്ല, ഉദാഹരണത്തിന് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ അടുത്തൊരു സ്ഥലത്ത് ബോർവെൽ അടിക്കുകയാണ്, or some other noises, മെറ്റീരിയൽ കൂടി സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. സൗണ്ട് ക്യാൻ ബി ഓർ സൗണ്ട് വേവ്സ് ക്യാൻ ബി പ്രൊപ്പഗേറ്റഡ് ത്രൂ മെറ്റീരിയൽസ്. സോ ഈ മെറ്റീരിയൽസിൽ കൂടി അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിന്റെ സ്ട്രക്ചറിൽ കൂടി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന നോയ്സസിനെയാണ് അല്ലെങ്കിൽ അൺവാണ്ടഡ് സൗണ്ടിനെയാണ് നമ്മൾ സ്ട്രക്ചർ ബോൺ നോയ്സ് എന്ന് പറയുന്നത്. സോ ഇൻ ഓർഡർ ടു പ്രിവെന്റ് ദിസ് സ്ട്രക്ചർ ബോൺ നോയ്സ്, വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് റെമഡിയൽ ആക്ഷൻ ഈസ് ബ്രേക്കിംഗ് ദ കണ്ടിന്യൂറ്റി ഓഫ് ബിൽഡിംഗ് വിത്ത് പ്രോപ്പർ സൗണ്ട് ഇൻസുലേറ്റേഴ്സ്. നമ്മൾ നേരത്തെ ഡബിൾ ഡോർ യൂസ് ചെയ്ത് പറയുന്നത് സൗണ്ട് ഇൻസുലേറ്റർ അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ കണ്ടിന്യൂറ്റി ബ്രേക്ക് ചെയ്യുക. വാട്ട് യു മീൻ ബൈ ബ്രേക്കിംഗ് ദ ബിൽഡിംഗ് കണ്ടിന്യൂറ്റി? അതൊരു ബിൽഡിങ്ങിന്റെ വാൾ എവിടെയുണ്ട്, സോ നമ്മൾ കണ്ടിന്യൂറ്റി ബ്രേക്ക് ചെയ്തു. സോ ഒരു മെറ്റീരിയൽ കൂടി സൗണ്ട് ഇങ്ങനെ നോയ്സ് പ്രൊപ്പഗേറ്റ് ചെയ്തു വരുന്നു, പക്ഷെ ഇവിടെ ബിൽഡിംഗ് ബ്രേക്ക് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ അടുത്ത ഹാളിലേക്കുള്ള അടുത്ത അക്കോസ്റ്റിക്കലി ഗുഡ് ഹാൾ എന്ന് പറയപ്പെടുന്ന ഹാളിലേക്കുള്ള ബിൽഡിംഗ് ബ്രേക്ക് ചെയ്തു. ഇതിന്റെ ഇടയ്ക്ക് എന്താ? ഇൻസുലേറ്റർ, സൗണ്ട് ഇൻസുലേറ്റർ ആണ്. സോ എന്ത് ചെയ്യും? ഇവിടെയാണ് ഒരു ലെക്ചർ നടക്കുന്നതെങ്കിൽ ദ നോയ്സ് കനോട്ട് ബി
propagated into this hall and using double walls and air between them. And last one is inside noise. What do you mean by inside noise? Inside noise എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഹാളിന്റെ ഉള്ളിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന നോയ്സ്. അതായത് ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ക്ലാസ്സിൽ ആരെങ്കിലും ഒക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഇൻസൈഡ് നോയ്സ്. അത് ഇൻസൈഡ് നോയ്സ് ആണ്. ഉദാഹരണത്തിന് ഇപ്പൊ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഉപകരണം പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുക. ഉദാഹരണത്തിന് ഇഫ് യു സീ എ കോർട്ട്, ഇൻസൈഡ് ഓഫ് കോർട്ട്, നിങ്ങൾ കോടതികളുടെ ഉള്ളിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, എന്താ അവിടെ റൈറ്റേഴ്സ് ഉണ്ടാവും, ടൈപ്പ് റൈറ്റർ ഒക്കെ യൂസ് ചെയ്യുന്നത്. സോ അവിടെ അക്കോസ്റ്റിക്കലി ഗുഡ് ഓഡിറ്റോറിയം ആണെങ്കിൽ പോലും പ്രിവെന്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമാണ് എന്താ, ടൈപ്പ് റൈറ്റിംഗ്, അല്ലെങ്കിൽ നോട്ട് എടുക്കുന്ന ആളുടെ ടൈപ്പ് റൈറ്റിംഗ്, കീബോർഡ് ക്ലിക്കിംഗ്. സോ ഇറ്റ് ക്യാൻ ബി, സോ ദ റെമഡിയൽ ആക്ഷൻ ഓഫ് ഇൻസൈഡ് നോയ്സ് ക്യാൻ ബി ഡൺ ബൈ പ്ലേസിംഗ് ദ മെഷീൻസ് ലൈക്ക് ടൈപ്പ് റൈറ്റർ ഓൺ അബ്സോർബന്റ് പാഡ്. സോ നമ്മൾ സൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന മെഷീൻസ് എന്ത് ചെയ്യുക, ഒരു അബ്സോർബന്റ് പാഡിൽ, അബ്സോർബന്റ് പാഡ്സ് എന്ന് പറഞ്ഞാൽ ക്ലോത്തിങ് ആയിരിക്കും, അല്ലെങ്കിൽ സൗണ്ട് അബ്സോർബിങ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് ആയിരിക്കും, ഇതിൽ പ്ലേസ് ചെയ്യുക. സോ എന്താ, ഒരു പരിധി വരെ നമുക്ക് ഈ ഇൻസൈഡ് നോയ്സ് ഒഴിവാക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ ഈസ് ഫർണിഷിംഗ് ദ ഫ്ലോർസ് വിത്ത് കാർപ്പറ്റ്സ്, മാറ്റ്സ് ആൻഡ് റബ്ബർ ഷീറ്റ്സ് എക്സെട്ര. ഫ്ലോർ എന്ത് ചെയ്യാം, അതായത് ഈ നോയ്സിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഫ്ലോറിനെ സൗണ്ട് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ സൗണ്ട് അബ്സോർബിങ് മെറ്റീരിയൽസ് ആയിട്ടുള്ള ഫ്ലോർസ്, അല്ലെങ്കിൽ കാർപ്പറ്റ്സ്, മാറ്റ്സ്, റബ്ബർ ഷീറ്റ് ഒക്കെ എന്നിവ വെച്ച് കവർ ചെയ്യുക. ആൻഡ് ഇതൊക്കെയാണ് അക്കോസ്റ്റിക്കലി ഡിപ്പെൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ അക്കോസ്റ്റിക്കലി ഗുഡ് ഓഡിറ്റോറിയത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിന്റെ അക്കോസ്റ്റിക്സിനെ അഫക്ട് ചെയ്യുന്ന പാരാമീറ്റേഴ്സ്. നെക്സ്റ്റ് വൺ ഈസ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ്, സോ ഇത് പറയാതെ നിങ്ങൾക്ക് ഫൈനലൈസ് ചെയ്യാൻ പറ്റില്ല. അക്കോസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ് എന്ന പാർട്ട് ഷേപ്പ് ആൻഡ് സൈസ് പറയാതെ നിങ്ങൾക്ക് ഫൈനലൈസ് ചെയ്യാൻ പറ്റില്ല. വാട്ട് ഈസ് ഷേപ്പ് ആൻഡ് സൈസ്? ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ആൻ ഓഡിറ്റോറിയം ഹാവ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ റിഡക്ഷൻ ഓഫ് എക്കോ ആൻഡ് റിഫ്ലക്ഷൻ. എക്കോ അല്ലെങ്കിൽ റിവർബറേഷൻ ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് എന്താ, ഒരു ബിൽഡിങ്ങിന്റെ ഷേപ്പ് ആൻഡ് സൈസ് ആണ്. വാട്ട് യു മീൻ ബൈ ദാറ്റ്? എന്താ സബൈൻസ് ഫോർമുല? എന്താ സബൈൻസ് ഫോർമുല പ്രെഡിക്ട്സ് റിവർബറേഷൻ ടൈം ഈസ് ഈക്വൽ ടു 0.163 V/A. അതിലെ വി എന്തായിരുന്നു? വി വാസ് വോളിയം. ആ ഹാളിന്റെ അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ വോളിയം ആയിരുന്നു വി. സോ ആ വോളിയം എന്ന് പറഞ്ഞാൽ എന്താ, വോളിയം ഡിപ്പെൻഡ്സ് ഓൺ ഷേപ്പ് ആൻഡ് സൈസ്. ആ ഒരു ബിൽഡിങ്ങിന്റെ ഷേപ്പിനെയും സൈസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന വോളിയം. ദാറ്റ് മീൻസ് ഒരു ബിൽഡിങ്ങിലെ സൗണ്ടിലെ റിഫ്ലക്ഷനെ കൺട്രോൾ ചെയ്യാൻ എന്തിനു പറ്റും? ദ ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ദാറ്റ് ബിൽഡിംഗ്. So an auditorium, it should have sufficient and enough volume to provide desired intensity of sound. So ഒരു സൗണ്ട് ഇന്റൻസിറ്റി, ഒരു അക്കോസ്റ്റിക്കലി ഗുഡ് ഓഡിറ്റോറിയം എന്ന് പറയണമെങ്കിൽ എന്താ, അതിന് സഫീഷ്യൻ്റ്ലി ഗുഡ് വോളിയം വേണം. അതായത് എന്ത് ചെയ്യാൻ, ഈ ഡിസൈഡ് സൗണ്ട് ഇന്റൻസിറ്റി എല്ലാ ലിസണേഴ്സിലേക്കും എത്തിക്കാൻ വേണ്ടി. വെൻ സ്പീക്കിംഗ്, ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, എ മ്യൂസിക്കൽ ഹാൾ മസ്റ്റ് ഹാവ് ലാർജർ വോളിയം വെറസ് എ ലെക്ചർ ഹാൾ റിക്വയർസ് കമ്പാരേറ്റീവ്ലി സ്മോൾ വോളിയം. അതായത് ഒരു മ്യൂസിക്കൽ ഹാളിന് എന്താ, കമ്പാരേറ്റീവ്ലി ഹൈ വോളിയം, ഒരു ലെക്ചർ ഹാളിന് കമ്പാരേറ്റീവ്ലി സ്മോൾ വോളിയം വേണം. ദാറ്റ് മീൻസ് ഹൈറ്റ് ഇസ് ദ ഡിസൈഡിങ് ഫാക്ടർ. സോ നമ്മളൊരു ഓഡിറ്റോറിയം എടുത്തു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹാൾ എടുത്തു. സോ നമുക്ക് ഇത്ര ആൾക്കാരെ ഇവിടെ ഇരുത്തണം, we should have some definite number of seatings. So ഈ ഹാളിന്റെ വോളിയത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ വോളിയത്തെ അഫക്ട് ചെയ്യുന്ന പാരാമീറ്റർ എന്താ, ഹൈറ്റ്. സോ ഫോർ എ ലെക്ചർ ഹാൾ ഹൈറ്റ് കുറവായിരിക്കണം. ഒരു മ്യൂസിക്കൽ ഹാളിനെ സംബന്ധിച്ച് എന്താ, ഹൈറ്റ് കൂടുതലായിരിക്കണം. സോ അത് റിവർബറേഷൻ ടൈമിനെ അഫക്ട് ചെയ്യും. സോ റിവർബറേഷൻ ടൈം ഒരു മ്യൂസിക്കൽ ഹാളിനും ഒരു ലെക്ചർ ഹാളിനും ഒന്നല്ല, അതിൻ്റെതായ ഒപ്റ്റിമം വാല്യൂസ് ഉണ്ട്. സോ സാധാരണഗതിയിൽ ഒരു ഓഡിറ്റോറിയത്തിന്റെ കേസിൽ എന്താ, റേഷ്യോ ഓഫ് ഹൈറ്റ് ടു വിഡ്ത്ത്, ഇതാണ് വിഡ്ത്ത്, ഇതാണ് ഹൈറ്റ് എങ്കിൽ റേഷ്യോ ഓഫ് ഹൈറ്റ് ടു വിഡ്ത്ത് ഈസ് 2:3. അതായത് ഹൈറ്റ് വിഡ്ത്ത് 2 മീറ്റർ ആണെങ്കിൽ ഹൈറ്റ് 3 മീറ്റർ എങ്കിലും വേണം. സോ the shape and size of auditorium, or the specifically speaking the volume of auditorium, it affect the acoustics of a building. സോ നമ്മൾ ഇന്ന് സംസാരിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നിങ്ങൾ സിവിൽ അല്ലേ പഠിക്കുന്നത്, സോ സിവിൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കമ്പാരറ്റീവ്ലി സിമ്പിൾ ടോപ്പിക്കാണ്. മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് എസ്സേ എഴുതാം. കഴിഞ്ഞ സെമസ്റ്റർ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇനി സീരിയസ് എക്സാമിനൊക്കെ ഉറപ്പായിട്ടും ചോദിക്കുന്ന ചോദ്യമാണ് അക്കൗസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ്. സോ കുറഞ്ഞ പക്ഷം ഒരു 5 പോയിന്റ് എങ്കിലും എഴുതാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഒരു ബിൽഡിങ്ങിന്റെ അക്കൗസ്റ്റിക്സിനെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു ബിൽഡിങ്ങിലെ ഒരു ഹാളിനുള്ളിലെ സൗണ്ട് പ്രൊപ്പഗേഷന്, അല്ലെങ്കിൽ ഒരു സ്പീക്കർ, എന്തിനാണ് വേണ്ടി ആ ബിൽഡ് ചെയ്തിരിക്കുന്നത്, അതിന്റെ സൗണ്ട് റിക്വയർമെന്റ്സിനെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? കുറച്ച് സ്പീഡാണ്, കാരണം ഈ ഒരു ടോപ്പിക് ഇന്ന് കറക്റ്റ് എടുത്തു തീർത്തില്ലെങ്കിൽ പിന്നെ ഇതിൽ ബാക്കി പറയേണ്ടി വരും, പിന്നെയും ഒന്നും കൂടി തുടങ്ങേണ്ടി വരും. സോ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനിവൺ? ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ചോദിക്കുക, കുഴപ്പമില്ല. അറ്റൻഡൻസ് പറഞ്ഞോളൂ. 2 ഇല്ല.
2. 4. 5. 6. 5 absent. Sir, 7 absent. 5% ആണ്. 7. 7 absent. 8. 9. 10 ഉണ്ടോ? സാറേ പറഞ്ഞു. ഇവിടെ കേൾക്കുന്നില്ല ഇവിടെ. 11. 11 ഉണ്ടോ? ആ. പറ. 11. ഓക്കെ. 12 മുതൽ പറഞ്ഞോ. 13. 12. 14. 15. 16. 18 ഉണ്ടോ? 18 ഇല്ല. 18. 19. 20. 21. 22. 23. 24.